തരൂർ ഇനി എന്തിനാണ് കോൺഗ്രസിൽ നിൽക്കുന്നത്? ബി.ജെ.പിയുടെ പാത പിന്തുടരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയ ശശി തരൂർ എംപിയെ വിമർശിച്ച് ഡൽഹി മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിതിന്റെ മകനും കോൺഗ്രസ് നേതാവുമായ സന്ദീപ് ദീക്ഷിത് ബി.ജെ.പിയുടെ തന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നിയെങ്കിൽ എന്തുകൊണ്ട് തരൂർ ആ പാർട്ടിയുടെ ഭാഗമാകുന്നില്ലെന്ന് സന്ദീപ് ചോദിച്ചു. മോദിയുടെ രാംനാഥ് ഗോയങ്ക പ്രഭാഷണത്തെ പ്രശംസിച്ച് തരൂർ എക്സിൽ പോസ്റ്റിട്ടതിന് പിന്നാലെയാണ് വിമർശനം. രാജ്യത്തെക്കുറിച്ച് കാര്യമായൊന്നും അറിയില്ല എന്നതാണ് ശശി തരൂരിന്റെ പ്രശ്നം. കോൺഗ്രസിന്റെ നയങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നവർ രാജ്യത്തിന് നല്ലത് ചെയ്യുന്നുവെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ അവരുടെ പാത പിന്തുടരണം. നിങ്ങൾ എന്തിനാണ് കോൺഗ്രസിൽ നിൽക്കുന്നത്? MP ആയതുകൊണ്ടാണോ? നിങ്ങൾ പ്രവർത്തിക്കുന്ന പാർട്ടിയേക്കാൾ നല്ലതാണ് മോദിയുടെ തന്ത്രങ്ങളെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരണം നൽകണം. അതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാപട്യക്കാരനാണ് എന്നും അദ്ദേഹം കുറിച്ചു. മോദിയുടെ പ്രസംഗം ഒരു സാംസ്കാരിക ആഹ്വാനമായും സാമ്പത്തിക നിലപാട് മികച്ചതായും തനിക്ക് അനുഭവപ്പെട്ടെന്നാണ് ശശി തരൂരിന്റെ കുറിപ്പിൽ പറഞ്ഞിരുന്നത്. ദേശീയതയ്ക്കായുള്ള പ്രധാനമന്ത്രിയുടെ ആഹ്വാനം അഭിനന്ദനം അർഹിക്കുന്നുവെന്നും തരൂർ കുറിച്ചു. എന്നാൽ ശശി തരൂരിന്റെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് നടത്തിയത്. മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസ് എന്ന വിമർശനം മോദി പ്രസംഗത്തിൽ വീണ്ടും ഉയർത്തി കാണിച്ചിരുന്നു. തന്റെ പാർട്ടിക്കെതിരെയുള്ള വിമർശനങ്ങൾ പോലും വകവയ്ക്കാതെയാണ് തരൂർ മോദിയുടെ പ്രസംഗത്തെ പിന്തുണച്ചത്. അതേസമയം പാർട്ടി നേതാവും MP-യുമായ ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയതിന് പിന്നിലെ കാരണം മനസ്സിലാകുന്നില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. രാംനാഥ് ഗോയങ്ക പ്രഭാഷണത്തിൽ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം ഒരു നിസ്സാര പ്രശ്നമാണെന്നും ശശി തരൂർ അതിനെ പ്രശംസിക്കാൻ എന്തെങ്കിലും കാരണം കണ്ടെത്തിയോ എന്ന് ആശ്ചര്യപ്പെട്ടുവെന്നും കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനാറ്റോ പറഞ്ഞു. അതേസമയം തരൂരിന്റെ മോദി പുകഴ്ത്തലിൽ കോൺഗ്രസിനുള്ളിൽ അമർഷം പുകയുകയാണ്. പ്രധാനമന്ത്രിയെയോ കേന്ദ്രത്തെയോ പ്രശംസിച്ചുകൊണ്ട് തരൂർ രംഗത്തെത്തുന്നത് ഇതാദ്യമല്ല. രാഷ്ട്രീയ സ്പെക്ട്രത്തിലുടനീളമുള്ള കുടുംബാധിപത്യ രാഷ്ട്രീയം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നുവെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. കോൺഗ്രസിലെ ഗാന്ധി കുടുംബത്തെ ഉദ്ദേശിച്ചാണ് ഇത് എന്നായിരുന്നു പലരും നൽകിയ വ്യാഖ്യാനം. തരൂരിന്റെ പരാമർശങ്ങൾ BJP ഏറ്റെടുത്തിരുന്നു.